കാഷ്വാലിറ്റിയിലെ ഫസ്റ്റ് പാട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം പറ. பிடிச்சிருந்துச்சு. நல்ல பொண்ணு நான் அப்போ நினைச்சேன். കോളേജിൽ വെച്ചാണ് ഞാൻ ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ സാറായിരുന്നു. സാറ് ഭയങ്കര സാധനമായിരുന്നു. എന്നെ വിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി, ICU ഡ്യൂട്ടി, ടോർച്ചർ, നോട്ട്സ്, ഭയങ്കര ഒരു വില്ലനായിരുന്നു. ഫസ്റ്റ് ആയിട്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഈ കാലമാടൻ്റെ കൂടെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരുന്നു. ഒരു വൃത്തികെട്ട പ്രപ്പോസൽ. മനുഷ്യൻ വിശന്ന് നോട്ട്സ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് വന്നിട്ട് എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കുറച്ച് നാളായിട്ട് നോക്കിയായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റീസ് ഒന്നും ഇല്ല, എന്നാലും എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു പെണ്ണാണ് നീ, ഞാൻ അച്ഛനോട് വന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ഞാൻ കിളി പോയ അവസ്ഥയായി. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ, ദൂരമൊക്കെ ഒരു സീനായിരുന്നു. പിന്നെ അങ്ങ് പോയി. എൻ്റെ നന്മ മരമ്പും കണ്ടപ്പം എല്ലാവരും ഒന്ന് ഫ്ലാറ്റായി. മോളെ ജനിച്ചത് ഞാൻ ആർമിയിലായിരുന്നു. ആ സമയത്ത് ലീവിന് വന്നിട്ട് ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിരുന്നു. ഏകദേശം ആ കണക്കാക്കിയാണ് ലീവ്. പക്ഷെ ഞാൻ ലീവ് തിരികെ പോകാനുള്ള ദിവസമായിട്ടും ആ ഡേറ്റ് കഴിഞ്ഞു. ആയിട്ടില്ല. പിന്നെ ലീവ് ചെയ്തിട്ട് പിന്നെ ഡോക്ടറായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്ത് വന്നാലും ഡെലിവറി നടക്കുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് എനിക്ക് കാണാനുള്ള ഭാഗ്യം പിറ്റേ ദിവസം ജനിച്ച അടുത്ത ദിവസം തന്നെ എനിക്ക് പോകേണ്ടി വന്നു. ഡോക്ടറാവണമെന്ന് കൊച്ചിലെ മുതലേ ആഗ്രഹിച്ചു. അങ്ങനെ ഡോക്ടറായി. പിന്നെ അവളെ വൈബിന് പറ്റിയ ഒരു പയ്യൻ. അതുപോലെ അവൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. അത് നേടിയെടുക്കുക വരെ കഠിനമായി പ്രയത്നിക്കുന്ന സ്വഭാവം. ഇവർക്ക് ഇത്തിരി പെട്ടെന്ന് ദേഷ്യം വരണം, അങ്ങനെ സ്വഭാവം. അവന് ഇത്തിരി സമാധാനമുള്ള അങ്ങനത്തെ ഒരു നമ്മളെന്ന് വെച്ചാ കുറച്ച് ഒട്ടും ചേർച്ചയില്ലാത്ത 2 പേരാണ്. ഞാൻ മറ്റേ ഒരു എക്സ്ട്രീം, അവൻ വേറെ എക്സ്ട്രീം. അവൻ മറ്റേ സമാധാനം, ഞാൻ മറ്റേ പെട്ടെന്ന് പൊട്ടിത്തരി. അങ്ങനെ 2 ചേർച്ചയില്ലാത്തവർ തമ്മിൽ ചേരുന്ന ഒരു ദിവസം, അതാണ് നമ്മുടെ കല്യാണം. വീട്ടിലവളെല്ലാവരും സ്നേഹമാണ്. അവർക്ക് ഞാനീതിയുണ്ട്, പിന്നെ മാനിക്കുട്ടായി, 3 പേരും ഒരു കൂട്ടിയല്ലേ. 3 പേരും ഭയങ്കര സ്നേഹമാണ്. നേരിട്ടൊക്കെ അപ്പുള്ള കാര്യം ഇനി നമ്മുടെ കുടുംബമേ പക്ഷെ വിളിക്കുന്നു. വായന പിടിച്ച് ഇനി ചെന്നൈയിൽ വായിൽ പിടിക്കുക. ഇവിടെ പിന്നെ തീർന്നു ഒന്നുമില്ല. പഠിപ്പിച്ചത് മൂർത്തികളിൽ നിന്നും ചീത്തി എടുക്കപ്പെടുന്നത് ഒട്ടുമില്ല. അങ്ങനെയല്ല, വിഷമുണ്ട്. പിന്നെ നമ്മൾ 2 പേരും മാത്രമേ ഒറ്റയ്ക്കാം, അല്ലെങ്കിൽ 2 പേരും ഒറ്റയ്ക്കാം. ആരെയാ കൂടുതൽ മിസ് ചെയ്യുന്നത്? അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതിപ്പോഴായിരിക്കുമ്പോൾ കരച്ചു വരും. അതുകൊണ്ട് അയ്യോ, അമ്മ പിന്നെ അത് ഉറങ്ങിയ അവസ്ഥയാണ്. ഞാനും അമ്മയും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഒരുപാട് മിസ് ചെയ്യും. പറഞ്ഞു പോയി വിഷമം വരും. എല്ലാരും കസിൻസ്, മാമൻ, നമ്മുടെ വിപിൻ ചേട്ടൻ, എല്ലാരും മിസ് ചെയ്യും. എല്ലാരും മിസ് ചെയ്യും. ഞാൻ ഒരു ഓണമല്ലേ ഫാമിലിയില്. ഞാൻ ഇല്ലെങ്കിൽ നിങ്ങക്ക് മിസ് ചെയ്യൂലേ? അതെ, ഞാൻ ഇല്ലാണ്ട് നിങ്ങക്ക് പിന്നെ എന്താണ്? എന്റെ
അച്ഛൻ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ് അല്ലേ? ശരി. വീട് ഭയങ്കര ജോളിയാണ്. നമ്മള് ഞാൻ, അച്ഛൻ, അമ്മ, മനു, കസിൻസ് ഭയങ്കര വൈബാണ്. ഇവൻ ചേട്ടൻ അറിയാം നമ്മളെന്ത് വൈബാണെന്ന്. നല്ല രസമാണ്, എല്ലാരും മിസ് ചെയ്യും. പിന്നെ ഇതേപോലെ ഒരു ഫ്ലോയില് നമുക്ക് പറ്റിയ ആളാണ്, അതുകൊണ്ട് ഇതുപോലെ ഒരു ഫ്ലോയില് പോകാൻ പറ്റും. നോക്കിക്കോളും. இந்த வீடியோ நீ எப்போ பார்க்குறேன்னு தெரில. லைக் மிஸ் ஹரிதாவாவா அந்த மிஸ்ஸஸ் ஹரிதா சொல்லி நான் பார்க்குறியான்னு தெரில. பட் எனிவே ஐம் ஸோ ஹாப்பி ஃபார் யூ. செலியன் சார் உனக்காக வந்து பயங்கரமாக எஃபர்ட் போட்டு எல்லாட்டையும் வீடியோ கலெக்ட் பண்ணி உனக்கு ஒரு ஸ்பெஷல் கிஃப்டாக கொடுக்க போகிறாருன்றது தெரியுது. என்ன சொல்கிறது, உங்கள் லவ் ஸ்டோரி தான் வந்தேவா ட்ரெயினோட ஃபாஸ்ட்டாக போயிடுச்சு. அண்ட் அஃப்கோர்ஸ் செலியன் சார் ஆல்சோ, லைக் ஐ நியூ ஹிம் ஆல்சோ, ஹீ இஸ் ஆல்சோ அ ஜெம். both of you are definitely made for each other. ஏன்னா ரெண்டு பேரும் நல்ல சண்டைவும் போடுவீங்க, அதே சமயம் பாசமாகவும் இருப்பீங்க, லைக் நல்லா விட்டு கொடுத்து போவீங்க. ஸோ ஹோப் யூ ரிமைன் த சேம் ஃபார் தி என்டையர் லைஃப் அண்ட் ஐ விஷ் யூ அ வெரி ஹாப்பி மேரிட் லைஃப். ஹலோ மிஸ்ஸஸ் செலியன், இப்போவும் நீ என்கிட்ட லாப்ஸ் கிட்டேயும் எனக்கு சாரை பிடிச்சிருக்கு அப்படின்னு கன்ஃபெஸ் பண்ண அந்த மொமெண்ட் எனக்கு ஞாபகம் இருக்குது. இப்போது அதுக்கப்புறம் பேரண்ட்ஸ் ஈச் அதர் மீட் பண்ணி வீட்டில் சொல்லி வீட்டில் ஓகே சொல்லி எல்லாம் செட்டில் ஆகி இப்போ ஒரு சக்ஸஸ்ஃபுல் 2 ஸ்டேட்ஸ் முத்துக்குமரன் கப்பலாக நீங்கள் இருக்கீங்க. யூ கைஸ் காட் மேரிட். செலியன் சார், உங்களுக்கு ஒரு முக்கியமான நோட். என் ஃப்ரெண்டு நம்பி உங்களுக்கு கொடுக்குறோம். ஸோ என் ஃப்ரெண்டு கண்ணிலேருந்து ஆனந்த கண்ணீர் தவிர்த்து ஒரு சொட்டு கண்ணீர் கூட வரக்கூடாது. தெரில நீங்கள் அவளை அழ வைக்க போகிறீங்களா அவள் அழ வைக்க போகிறாளான்னு தெரியல. பட் ஸ்டில் ஐ ஜஸ்ட் கிடிங். பட் ரெண்டு பேருமே எப்பயுமே ஹாப்பியாக சந்தோஷமாக சிரிச்சுட்டே இருங்க. വിഷിംഗ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ് മീനു. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന മീനുവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുവരെ അച്ഛൻ്റെ അമ്മയുടെയും അനിയനോടൊക്കെ ഒപ്പം അടിച്ചു പൊളിച്ച് ജീവിച്ചതുപോലെ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നല്ലവണ്ണം നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കുട്ടി നല്ല മോളാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ എല്ലാ കലയിലും നൈപുണ്യമുള്ളവളാണ്, നല്ല മോളാണ്. മോളെ ഇനി വിവാഹ ശേഷമുള്ള ഭാവി ജീവിതവും നല്ല സാമ്പത്തികമായിരിക്കും. എല്ലാ മംഗളങ്ങളും നേരുന്നു. മക്കൾക്ക് എന്ത് മീനു ചേച്ചി ഇത്ര ഇഷ്ടം തന്നെ? അതുകൊണ്ടാ ഇത്ര ഇഷ്ടം? ഇല്ല, അമ്മ ചോദിച്ചത് എന്താണ് കാരണം, എന്താ ഒരു പ്രത്യേകത നിന്റെ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. അമ്മ മീനു ചേച്ചിയുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അതിനെ നോക്കിയതമ്മ. ആർക്കൊക്കെ നന്ദി പറയണേ? എന്നെ കെട്ടിച്ചു വിടാൻ മനസ്സ് കാണിച്ച എന്റെ വീട്ടുകാർക്കും അതിന് ഈ പ്രോത്സാഹനം തന്ന എന്റെ കസിൻസിനും പ്രത്യേകിച്ച് ഈ അടുത്ത് പുരന്നിറങ്ങി നിൽക്കുന്നവർക്കും ഇതിനുവേണ്ടി വീട് വന്ന് സഹായിച്ച നമ്മുടെ തക്കടൂരും അവളുടെ ഭർത്താവ് വിഷ്ണുവിനും കുരുന്നിനും ഹരിയണ്ണൻ അങ്ങനെ ഫൈനലി കല്യാണം കഴിക്കാം. എന്നാ ഡേറ്റ് എന്നാ? ഓഗസ്റ്റ് 28 ബുധനാഴ്ച അല്ലേ? ഓഗസ്റ്റ് 28 എല്ലാവരും വരണം. ഈ മാസം 28-ാം തീയതി വിവാഹിതയാകുന്ന എൻ്റെ പ്രിയപുത്രി, അല്ല ഞങ്ങളുടെ പ്രിയപുത്രി ഹരിത ബിജു എന്ന മീനുവിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഹൽദി ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അവരുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷരാവ് ആരംഭിക്കുകയാണ്. നന്ദി, നമസ്കാരം. പെണ്ണ് ഭയങ്കരിയ കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ അയ്യോ അടുത്തു വന്നാൽ മുട്ടനിടിയിടിയ ഓ നെഞ്ചിൽ പേട
കട്ടയാണേ തിമിലത്ത ഭയങ്കരിയാ പെണ്ണ് ഭയങ്കരിയ കണ്ടാലോ പ്രിയങ്കരിയാ പെണ്ണ് പ്രിയങ്കരിയ കണ്ണടയ്ക്ക് അറിഞ്ഞൂടാ ഓ